പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 10 ഞായറാഴ്ച. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാമത്തെ വാക്യം. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ വചനം വളരെ ചെറുതാണ്, എന്നാൽ അതിൻ്റെ ആത്മീയ അർത്ഥം വളരെ ആഴമുള്ളതാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഗൗരവം ഇവിടെ വ്യക്തമാക്കുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അവൻ പൂർണ്ണ ഹൃദയത്തോടും സ്ഥിരതയോടും മുൻപോട്ട് പോകണം എന്നതാണ് ഈ വചനത്തിൻ്റെ കേന്ദ്ര സന്ദേശം. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്നത്, യേശു തൻ്റെ ശുശ്രൂഷയിൽ പലരെയും വിളിച്ചു. ചിലർ വലിയ ആവേശത്തോടെ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ ഉടനെ അവർ ചില നിബന്ധനകളും പറയും. ഒരാൾ പറയുന്നു, ആദ്യം വീട്ടിൽ പോയി യാത്ര പറയട്ടെ. മറ്റൊരാൾ പറഞ്ഞു, ആദ്യം എൻ്റെ കാര്യങ്ങൾ തീർക്കട്ടെ. യേശു പറഞ്ഞ മറുപടിയാണ് ഈ വചനം. കലപ്പയിൽ കൈവച്ച ശേഷം പിന്നോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ഇവിടെ യേശു ഒരു കർഷകന്റെ ഉദാഹരണം ഉപയോഗിക്കും. പഴയ കാലത്ത് കർഷകൻ കലപ്പ പിടിച്ച് വയൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ അവൻ നേരെ മുന്നോട്ട് നോക്കിയിരിക്കണം. പിന്നോട്ട് നോക്കിയാൽ വയൽ ശരിയായി ഉഴുതുവാൻ സാധിക്കുകയില്ല. അതുപോലെ ആത്മീയ ജീവിതത്തിലും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾ പിന്നോട്ട് നോക്കി തുടങ്ങിയാൽ അവൻ്റെ ആത്മീയ ജീവിതം ദുർബലമാകും. പിന്നോട്ട് നോക്കുക എന്നത് ശരീരത്തോടെ തിരിഞ്ഞു നോക്കുന്നതല്ല, ഹൃദയം പഴയ ജീവിതത്തിലേക്ക് തിരിയുന്നതാണ്. പഴയ പാപങ്ങൾ, പഴയ ലോകസുഖങ്ങൾ, പഴയ ബന്ധങ്ങൾ, പഴയ ശീലങ്ങൾ, ഇവയിലേക്ക് മനസ്സ് തിരിയുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ലോത്തിന്റെ ഭാര്യയെ നമുക്ക് ഓർക്കാം. ദൈവം സോദോം പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ അവൾക്ക് ഒരു കൽപ്പന നൽകി, പിന്നോട്ട് നോക്കരുത്. എന്നാൽ അവൾ പിന്നോട്ട് നോക്കി. എന്തുകൊണ്ട്? അവളുടെ ഹൃദയം അപ്പോഴും സോദോമിലായിരുന്നു. അതിൻ്റെ ഫലമായി അവൾ ഉപ്പുതൂണായി മാറി. ശരീരം മുന്നോട്ട് പോയെങ്കിലും ഹൃദയം പിന്നിലായിരുന്നു. ഇന്ന് പല വിശ്വാസികളുടെയും അവസ്ഥ ഇതുപോലെയാണ്. അവർ യേശുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ലോകത്തെ പൂർണ്ണമായി വിടാൻ തയ്യാറല്ല. ഒരു ഭാഗത്ത് പ്രാർത്ഥന, മറ്റൊരു ഭാഗത്ത് ലോകസ്നേഹം, ഒരു ഭാഗത്ത് വിശ്വാസം, മറ്റൊരു ഭാഗത്ത് പഴയ ശീലങ്ങൾ. എന്നാൽ യേശു നമ്മെ പൂർണ്ണ സമർപ്പണത്തിലേക്കാണ് വിളിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നതിലാണ് വെല്ലുവിളി. ചിലർ വലിയ ആത്മീയ ആവേശത്തോടെ ജീവിതം തുടങ്ങും. ദിവസവും പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. പക്ഷേ പരീക്ഷണങ്ങൾ വന്നപ്പോൾ അവർ ക്ഷീണിക്കുന്നു. പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ പിന്നോട്ട് പോകുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആരംഭം മാത്രമല്ല, അവസാനത്തോളം വിശ്വസ്തരായി നിൽക്കുക എന്നതാണ്. ഇന്ന് നമ്മോട് ദൈവം ചോദിക്കുന്നു, നിന്റെ കണ്ണുകൾ എവിടെയാ? യേശുവിലേക്കാണോ നീ നോക്കുന്നത്, അതോ ലോകത്തിലേക്കോ? നാം മുന്നോട്ടാണോ നടക്കുന്നത്, അതോ പഴയ ജീവിതത്തിലേക്കാണോ തിരിയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വചനം ഇവിടെ ഓർക്കാം. പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളതിലേക്ക് ഞാൻ ഓടുന്നു. അതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം. പഴയ പരാജയങ്ങളും പാപങ്ങളും നമ്മെ ബന്ധിക്കരുത്. ദൈവം നമ്മെ പുതിയ വഴിയിലേക്ക് വിളിച്ചിരിക്കും. ഈ വചനത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. 1, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടും. യേശുവിന് പകുതി ഹൃദയമല്ല, മുഴുവനായിട്ട് നാം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 2, ആത്മീയ ജീവിതത്തിൽ സ്ഥിരത ആവശ്യമാണ്. സാഹചര്യങ്ങൾ മാറിയാലും നമ്മുടെ വിശ്വാസം മാറരുത്. 3, നമ്മുടെ ദൃഷ്ടി യേശുവിൽ ഉറച്ചിരിക്കണം. മനുഷ്യരെ നോക്കിയാൽ നാം നിരാശരാകും, ലോകത്തെ നോക്കിയാൽ വഴിതെറ്റും. എന്നാൽ യേശുവിനെ നോക്കിയാൽ നാം സുരക്ഷിതരായിത്തീരും. വേദഭാഗങ്ങളോട് നമ്മെ പഠിപ്പിക്കുന്നു, പിന്നോട്ട് നോക്കുന്നവർ വഴിതെറ്റും, യേശുവിലേക്ക് നോക്കുന്നവർ ലക്ഷ്യത്തിലെത്തും. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു ആത്മപരിശോധന നടത്താം.
യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഹൃദയം ഇപ്പോഴും ലോകത്തിലേക്ക് തിരിയുന്നുണ്ടോ? ഇന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. കർത്താവേ, എന്ത് സംഭവിച്ചാലും ഞാൻ പിന്നോട്ട് നോക്കുകയില്ല, ഞാൻ നിന്നെ മാത്രം നോക്കി അനുഗമിക്കും. ദൈവമേ, അതിനെന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ കൃപ തരണമേ. ലോകം നമ്മെ വലിച്ചാലും നമ്മുടെ കണ്ണുകൾ യേശുവിൽ മേൽ ഉറപ്പിക്കുവാൻ സഹായിക്കണം. അവസാനം വരെ വിശ്വസ്തരായി ജീവിക്കുവാൻ അടിയങ്ങളെ ശക്തരാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.